കോട്ടയത്ത് അതിശക്തമായ കാറ്റും മഴയും നഗരമേഖലകളിലും കിഴക്കൻ മേഖലയിലും 1 മണിക്കൂറിലേറെയായി ഇടിയോടുകൂടിയ മഴയും കാറ്റുമാണുള്ളത്. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. ഷിനോജ് എസ് ടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, കോട്ടയത്ത് കനത്ത മഴയാണ്, പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്നു. മറ്റു അപകടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സന്ധ്യ, നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട്. വൈകിട്ട് 6:30 തുടങ്ങിയ മഴയാണ് 8:30 വരെ ഈ മഴ തുടർന്നു. ഏകദേശം 2 മണിക്കൂറോളം നേരം കോട്ടയം നഗരത്തിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഒക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴയാണ് ഉണ്ടായിരുന്നത്. മഴയ്ക്കൊപ്പം തന്നെ വീശിയടിച്ച കാറ്റ്, ഇടിമിന്നൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് തിരുനക്കര പൂരമൊക്കെ ആയിരുന്നു. അങ്ങനെ തിരുനക്കര പൂരം കഴിഞ്ഞും പകൽപൂരം കഴിഞ്ഞും മടങ്ങുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ വൈകിട്ട് 6:30 കൂടി മഴ പെയ്തത്. ആ രീതിയിൽ നഗരം പൂർണ്ണമായും സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള മഴയാണ് വൈകിട്ട് 6:30 കൂടി പെയ്യത്. പലയിടങ്ങളിലും കനത്ത മഴയിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. നഗരമധ്യത്തിൽ മെഡിക്കൽ കോളേജ് റോഡിൽ ചിങ്കം ദേശാഭിമാനി ഓഫീസിന് മുന്നിലേക്ക് റോഡിലേക്ക് മരം മറിഞ്ഞു വീണു. ഇതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിലും വൻ ഗതാഗത കുരുക്ക് ആണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഈ ഭാഗത്ത് ഇത്തരത്തിൽ മഴ പെയ്യുകയും ഈ മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീഴുന്ന അവസ്ഥയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ മെഡിക്കൽ കോളേജ് കോട്ടയം നഗരത്തിൽ മെഡിക്കൽ കോളേജിലെ താഴ്ന്ന വാർഡുകളിൽ, പ്രത്യേകിച്ച് ട്രോമ ഉൾപ്പെടെയുള്ള വാർഡുകളിലൊക്കെ വെള്ളം നിറയുന്ന സ്ഥിതിയും ഉണ്ടായി. ഏതായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഗതാഗത സ്തംഭനം പലയിടത്തും, നഗരത്തിലെ പലയിടത്തും, കുമരകം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലകളിൽ ഒക്കെ തന്നെ ഈ രീതിയിലുള്ള മഴ പെയ്തു. പലയിടത്തും മരങ്ങളൊക്കെ തന്നെ കടപുഴകി വീണു. കിഴക്കൻ മേഖലയൊക്കെ ആണെങ്കിൽ പാലായിലും ചൈരപ്പള്ളി, ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴയാണ് വൈകിട്ട് 6 മണിക്ക് ശേഷം ഉണ്ടായത്. എന്തായാലും ആശ്വാസം എന്ന് പറയുന്നത് നിലവിൽ ഒരു അരമണിക്കൂറായി മഴ അല്പം മാറി നിൽക്കുകയാണ്. മഴയ്ക്ക് ശമനമുണ്ട്. ശരി ഷിനോജ്, കോട്ടയത്ത് 2 മണിക്കൂറോളം ശക്തമായ മഴയായിരുന്നു. പല മേഖലകളിലും വെള്ളം കയറുന്ന സാഹചര്യമൊക്കെയായിരുന്നു. മരങ്ങൾ കടപുഴകി വീണു. മെഡിക്കൽ കോളേജിൽ താഴ്ന്ന വാർഡുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സംഭവമാണ്, സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഷിനോജ് എസ് ടി ആണ് വിവരങ്ങൾ നൽകിയത്.